മീനെ പീഡിപ്പിച്ചു. ജെയ്സൺ ബ്രോ നമ്മുടെ ഇടുക്കി കയറണം കേട്ടോ. അമ്മാതിരി വലിപ്പമുള്ള ഒരു ഐറ്റം. ഞാൻ ഹനുമാൻ മരുത്തോമ്പടയും കൊണ്ട് പോകുന്ന പോലെ പെട്ടപ്പെന്ന് കിട്ടിയായിരുന്നു. എൻ്റെ പോലെ ഇട വലിയ മറ്റക്കുഞ്ഞ് അങ്ങനെ അവസാനത്തെ ഏറിൽ സാധനം അടിച്ചിട്ടുണ്ട്. താങ്ക് യു. വീട്ടിൽ ഓ സൂപ്പർ. ഹലോ ഗൈസ്, എന്നോട് വിശേഷം സുഖം തന്നെയല്ലേ? ഒമാൻ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മീൻ പിടിക്കാൻ പോകണേ. നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ സ്വന്തം പാകിസ്ഥാനി പയ്യുണ്ട്. ജെയ്സൺ ബ്രോ നമ്മുടെ ഇടുക്കി കയറണം കേട്ടോ. പിടിക്കാൻ കോർണിഷിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കഴിച്ചാൽ അവിടെ നിന്ന് കാണിച്ചു തരാം. ചായ മസ്റ്റാണ് എവിടെ പോയാലും. ചായ ഇല്ലാണ്ട് നമ്മുടെ യാത്രകളില്ല. हम लोग वो माशाल्लाह 2 खा लेता है इजीली. आप लोग ज़्यादा खाता है. हम लोग ഈ പുള്ളി ഞങ്ങൾ കാണുന്നല്ലോ കേട്ടോ. പുള്ളി മാതിരി തീറ്റിയാ. പുള്ളി മറ്റേ ഇവിടുത്തെ പാകിസ്ഥാൻ റൊട്ടിയില്ല വലിയ സാധനം. പുള്ളി നാളെ കഴിക്കുന്നു. എനിക്ക് ഓർമ്മ പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നില്ല. അതെ, ഇവരങ്ങനെ കഴിച്ച് ശീലിച്ചാ. നമ്മളങ്ങനെയല്ലോ. എന്നാലും ഇവരെ 2 റൊട്ടി കഴിക്കാൻ തന്നെ പാടാം. അതാ പറഞ്ഞു, ഞാൻ എനിക്ക് ഒരെണ്ണം കഴിക്കാൻ പറ്റില്ല. तो आपका रोटी उनके 2 काफी है, उससे ज्यादा नहीं खाता है. आप तो 1 खाया. ये बोल रहे हैं आप 3-4 खा रहे हैं. आप कैसा? പക്ഷെ നമ്മുടെ അവിടുത്തെ പൊറോട്ട കഴിക്കും 3 ആളും. പൊറോട്ട കഴിക്കും. അത് കുഞ്ഞല്ലേ നീ. ഇത് ഇവന്മാർ ഒരുമാതിരി പാള പോലത്തെ റൊട്ടി ഉണ്ട്. मुश्किल कोई टेंशन वाला वो जो है ना, हम वो आपको नान खिलाया था ना. हाँ. कितना बड़ा था ना. എന്റെ പൊന്നു വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയില്ലേ പുള്ളി പറഞ്ഞ് ഞങ്ങളൊരു മറ്റേ ആലു നാൻ കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ യൂട്യൂബില്. ആ സാധനം എന്ന് പറഞ്ഞല്ലോ അമ്മാതിരി വലിപ്പമുള്ള ഒരു ഐറ്റം. ഞാനൊരു 4 പീസ് ആയപ്പോഴത്തേക്ക് ഇത് നമ്മുടെ പിസ മുറിച്ച് തരുന്ന പോലെ അമ്മ 6 കഷ്ണമായി മുറിച്ച് തന്നു. ഞാൻ ഈ സാധനം കഴിച്ചെടുക്കാൻ പറ്റാ പാട്. ഞാൻ അങ്ങ് 4 പീസ് കഴിച്ചു. ബാക്കി ഒരു സാധനം ഫുള്ള് എടുത്ത് ഒരു ഫുള്ളും കഴിച്ചു. എൻ്റെ പകുതി ബാക്കി ഫുള്ള് കഴിച്ചു. ആ ഇവരുടെ ഈ പുള്ളൊന്നും കഴിച്ച വയറ് പോലെ വരുത്തിരുന്നു. ഞാനൊക്കെ ഒരു സാധനം കഴിച്ച വയറ് വരും പ്രവൃത്തി. ഈ ചായയുടെ ഇതും കൂടി പറഞ്ഞോ. കരക്ക്. ആ ഇത് കരക്ക് കേട്ടോ. ചായ നമ്മുടെ ചായ അല്ല, കരക്ക് എന്ന സാധനമാണ്. അടിപൊളിയായിട്ട് കേട്ടോ. മസാല ചായ ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിലെ ചായ പോലത്തെ ഒരു ഇതല്ല. അടിപൊളി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മീൻ പിടിക്കാൻ പോയിരുന്നേ. കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്യാമറ ഉണ്ടാൻ പറ്റിയില്ല. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അന്ന് ഞങ്ങൾക്ക് കുറച്ച് മീൻ 2.5 കിലോ മീൻ ആയിരുന്നു. 2.5 കിലോ ആണല്ലേ? 2.5 കിലോ മീൻ ആയിരുന്നു. അത് ഇതേപോലെ ഒരു രാത്രി 10:30 പോയിട്ട് എത്ര 3 മണി 4 മണി ഞങ്ങൾ തിരിച്ചു തന്നെ. അതുവരെ ഇരുന്ന് മീൻ പിടിച്ചു. രസമായിരുന്നു കേട്ടോ. അപ്പം ഈ ഇന്ന് വ്യാഴാഴ്ച നാളെ വെള്ളിയാഴ്ച ഇവിടെ ലീവ് ആയതുകൊണ്ട് എല്ലാവരും മീൻ പിടിക്കാൻ വേണ്ടി വരും. ഒട്ടുമിക്ക എല്ലാ ഇന്ത്യക്കാരും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും മീൻ പിടിക്കാറുണ്ട് അവിടെ. അപ്പം നേരത്തെ അതുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ 6:30 ആവുന്നുള്ളൂ. അപ്പോൾ നേരത്തെ പോകുന്നതിൻ്റെ കാരണം നമുക്ക് സ്ഥലം കിട്ടത്തില്ല. ഒരു 8 മണി മാത്രമേ എല്ലാവരും കയറി വന്നിട്ട് അവിടെ ഇരുന്നാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ സ്പേസ് കിട്ടത്തില്ല. ഓർമ്മ പോലത്തെ ഫുഡടിയുടെ കാര്യത്തിൽ എന്താണെന്ന് അറിയത്തില്ല. ഒരു മയവും കിട്ടുന്നില്ല. മാതിരി ഫുഡടിയാണ്. അത് വെറൈറ്റി ആയിരിക്കും. നമുക്ക് ഇന്നൊരു തുർക്കിഷ് റോക്കറ്റ് ഷവർമയാണ് സാധനം. അത് കഴിച്ചോ കേട്ടോ. शवारमा खाएंगे कि वो खाना है जो दुनिया वाला? 2 भी ले लेंगे. हैं? 2 एक ले लेंगे हम. ഒരെണ്ണം പറഞ്ഞാൽ 3 പീസ് ആക്കിയതാണ്. ये അതാ പറഞ്ഞേ. വലിയത് ഉണ്ടാവില്ല. ഒരു മറ്റേ ഇത്ര ഉണ്ടാവുള്ളൂ. ഇത്ര ഉണ്ടോ? മതി. അല്ല പുള്ളി പറഞ്ഞു ഇവിടുത്തെ दोनों एक ले लेंगे. एक आप और शवर्मा ले लेंगे. एक शाहरुख. हाँ ये वाला शाहरुख. इधर കൈകത്തിലായി കേട്ടോ. आतीना वहाँ क्या बोला? कह रहा है कि छोटा पानी है, बड़ा नहीं है. हाँ बड़ा चाहिए. 100 पैसे का आता है वो. ये छोटा वाला बहुत महंगा है. ഇവിടെ വെള്ളത്തിന് പൈസ പോകുന്ന വഴിയാണ് കേട്ടോ. എത്ര ചിലവാണ് പറയാം വെള്ളത്തിന്. അങ്ങനെ നമ്മളിവിടെ എത്തി കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, നല്ല ഇറക്കാണ്. നമ്മൾ കഴിഞ്ഞ സ്ഥലത്തൊക്കെ ആൾക്കാരിന്ന് അതിക്രമിച്ച് കയറി ഇരുന്നിട്ടുണ്ട്. ആ ഇതാണ് ഷവർമ. ഇത് കുറച്ച് വലിപ്പമുണ്ട്. शाहरुख और शर्मा नहीं है. और आप हम और शर्मा भी ऑर्डर किया हमने. शर्मा नहीं, हमने जीवन फतीरा. हाँ जीवन फतीरा आइटम. ये इधर कैसे मायनीज होगा. ओके मायनीज है और हनी है. तो ये मीठा वाला है. हाँ मीठा वाला है. ओके इदान जीवन फतीरा. जीवन फतीरा असल. ओके ये तो कैसा खाना है? ऐसा ही. हाँ ऐसे उठाओ ये पीस उठाओ, खाओ. बिस्मिल्लाह करो. ये देखो ऐसे. तो इदान जीवन फतीरा. इस साധനം കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്.
നമ്മൾ നല്ല പണ്ട് വീട്ടിൽ അമ്മമാർ ദോശക്കകത്ത് തേങ്ങ ഒഴിച്ചെടുത്തില്ലേ ആ ഒരു ടേസ്റ്റ് അല്ലേ? റൊട്ടിക്കകത്ത് ഇത് वो मीठी रोटी नहीं होती जैसे वो जी റൊട്ടിക്കകത്ത് മയണൈസും തേനും ഒഴിച്ചൊരു ഐറ്റം. വലിയ കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ പറ്റത്തുള്ളൂ, ഒരു ടേസ്റ്റ് ഒന്നുമില്ല. മസാലയൊന്നുമില്ല, ഉപ്പും കുരുമുളകും മാത്രം. എന്താണ് തുർക്കിഷ് ഷവർമ? ഏസ്ക നാം ക്യാ है? शाहरुख ഷാറുഖ്. ഷവർമ അല്ല, ഷാറുഖ്. നമ്മളെ നാട്ടിൽ ഷവർമേനെ സെയിം ആയിട്ട് തന്നെ. ये शवर्मा में क्या डिफरेंस होता है इसमें? बड़ा होता है. बड़ा होता है नहीं, बग से सेम है ना? ഒരു കൈവലിപ്പം. ചെറിയ എരിവും ഒരു മണേസിന് പോയിട്ടുള്ള ഒരു ബേസിക് എരിവും കുഴപ്പമില്ല. നമ്മൾ സ്പൈസിയാണ് പറഞ്ഞത്, എന്നിട്ടും ചെറിയ എരിവുള്ളൂ. ആ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇങ്ങനെ എടുത്ത് കുത്തുന്നുണ്ട്. പിന്നെ കാന്താരി ഉണ്ടോ അത്? വേറെ എന്തോ ഒരു മസാല ഉണ്ട്. പക്ഷേ ഫുഡ് നമുക്ക് തുർക്കിഷായിട്ട് കേട്ടോ. നമ്മൾ കഴിക്കും. വേറെ എന്തൊരു മസാല കൂടെ ഒരു കുത്തൽ വരുന്നുണ്ട് എന്തിൻ്റെയോ, പക്ഷെ രസമുണ്ട്. നമുക്ക് പൊതുവേ സ്പൈസി ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലെറ്റ്യൂസ്, ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ, ക്യാപ്സിക്കം അതൊക്കെ മിക്സ് ചെയ്തുള്ള സാധനമാണ്. അങ്ങനെ ആയുധ സാമഗ്രികളുമായി ജയ്സൺ ബ്രോ പോവുകയാണ്. ഹനുമാൻ മരുത്തോമ്പലയും കൊണ്ട് പോകുന്ന പോലെ. ഒറ്റ പ്രാർത്ഥനയോട് മീൻ കിട്ടണമെന്ന്, വേറൊരു പ്രാർത്ഥനയില്ല. മീൻ കിട്ടിയില്ലെങ്കിൽ ചമ്മി നാറിപ്പോവും. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ, വന്നപ്പോൾ ടപ്പേന്ന് കിട്ടിയായിരുന്നു. ഇതാണ് നമ്മുടെ ഏരിയ. ഇപ്പോൾ ക്ലിയറാണെന്ന് അറിയത്തില്ല. കടലിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ബോട്ട് ചെടി എന്നൊക്കെ പറയത്തില്ലേ, ആ ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതാണേ. വെള്ളം ഇന്ന് ഇറങ്ങിക്കുക. ആ ദിവസം പനി നീസയാണ്. കഴിഞ്ഞ ദിവസം വെള്ളം കുറച്ച് നല്ല മുകളിലായിരുന്നു, ഇപ്പം വെള്ളം താഴോട്ടിറങ്ങിയിട്ടുണ്ട്. പുള്ളി ആദ്യം ഇറങ്ങിയോ? പുള്ളി ഫുൾ മൂഡിലാണല്ലോ. പുള്ളിക്ക് നല്ല ആശയാണ്. പുള്ളിക്ക് കഴിഞ്ഞ ചെന്നാ മീൻ കിട്ടിയല്ലേ? തോന്നുന്നു ഇന്ന് വെള്ളം ഇറങ്ങിയേക്കോ അല്ലേ? വെള്ളം താഴോട്ട് പോയല്ലോ ഒന്ന്. സോ നമുക്ക് നമ്മുടെ ഹണ്ടിലേക്ക് പോവാം. ഇന്ന് വലിയ മീൻ ഉണ്ടാകാൻ സാധ്യത കുറവാണ്, കാരണം ഇത് വെള്ളം അങ്ങനെ ഇറങ്ങിപ്പോയതുകൊണ്ട് അങ്ങനെ വലിയ ഇതുണ്ടാകത്തില്ല. അതെയോ? നമുക്ക് ആദ്യത്തിൽ മീൻ കിട്ടിയേ, എന്നിടത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതുണ്ടോ? പറ്റിക്കണോ? നമുക്ക് കിട്ടിയ മീൻ കേട്ടോ, ആദ്യത്തെ മീൻ. ഇത് ചൂണ്ടയെടുക്കുന്ന സംഭവം വിട്ടു, നമ്മുടെ ബൈക്ക് ഇടുക. മീൻ സൗണ്ട് ചെയ്യുന്നത് കേട്ടോ. മറ്റേ അതല്ലേ മീനടിച്ച് കൈസ്, മീനടിച്ച് വറ്റ മീനടിച്ച് കണ്ട മീനെ കണ്ട. ഇതാണ് നമുക്ക് അടിച്ച മീൻ കേട്ടോ, വറ്റക്കുഞ്ഞ്. ജയ്സൺ ബ്രോ ഒന്നോട് അടിച്ചു. വറ്റ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. അവൻ രണ്ടാമത്തെ രണ്ടെണ്ണം കിട്ടി. നമുക്ക് പിന്നെ വിടിയിക്കുന്ന അതിന് അരമുക്കാൽ മണിക്കൂറേ വന്നിട്ട്, അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാട് ശേഷം കിട്ടി കേട്ടോ. ഇവിടെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ മീൻ കിട്ടിയിരിക്കുന്നു. സോ ഇനി ആ പൈസ ഒരു മീൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പാട്, ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തെറ്റാ. അങ്ങനെ 2 മീൻ അടിച്ചു കേട്ടോ. 2 വറ്റ അടിച്ചേക്കുന്നത്, 2 വറ്റക്കഞ്ഞ. മീൻ കയറുന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. സമയം 8 മണി 8:30 ആയുള്ളൂ. അന്ന് ഞങ്ങൾ 10 മണി സമയത്ത് വന്നേ. അന്ന് 10 മണിക്ക് വന്നുകൊണ്ട് നമുക്ക് നല്ല മീൻ കിട്ടിയേ. എനിക്കും നമ്മൾ നേരത്തെ വന്നിട്ടാണ് തോന്നുന്നു മീൻ കുറവ് അല്ലേ?
വെള്ളം ഇറങ്ങി തുടങ്ങിയില്ലേ? വെള്ളം ഇറങ്ങിയ കിട്ടത്തില്ല. അതെയോ? വെള്ളം കേട്ടോ. ആ അങ്ങനെ മൂന്നാമത്തെ സാധനം കിട്ടി. ഇത് കുഞ്ഞു മീനാണ് കേട്ടോ, ചെറുതാണ്. मेरा पिक्चर जब बड़ा पकड़ेगा ना फिर तो भैया की टेकना इधर लाइट नहीं है भैया, आपको फेस नहीं दिखता है. അങ്ങനെ ഇന്നത്തെ 3 എണ്ണമായി. അന്ന് ഒരു 10-20 കിട്ടിയായിരുന്നു. അതേപോലെ കിട്ടിയാൽ നമുക്ക് അടിപൊളിയാ. ഭയ്യക്ക് കൊടുക്കുന്ന ഭാഗ്യല്ലേ? ഭയ്യനെ കൈ അടിപൊളിയാണ്. ഭയ്യ ഇടുന്നൊക്കെ കിട്ടുന്നുണ്ട്. ആ ഹാ ആമേനെ കിട്ടുന്നുണ്ടോ? കടലാമ വലിയൊരു ആമേനെ കിട്ടുന്നുണ്ട്. നമ്മൾ തിരിച്ചു വിടുവാണ്, നമ്മൾ ആമേനെ കഴിക്കുന്നില്ല. വലിയൊരു മൂട്ടറാമ. ക്യാമറ അടുത്തൊരെണ്ണം അടിച്ചിട്ടുണ്ട്. അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട്. അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ഫൈറ്റ് വരുന്നുണ്ടേ. കുറച്ച് വലിയ മീനാണെന്ന് തോന്നുന്നു. ഉണ്ട് കിട്ടി. ഇത് കുറച്ച് വലിയ മീനാണ്. നല്ല ഫൈറ്റ് അടിപൊളി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പോലെ എടാ വലിയ മീൻ. എൻ്റെ പോലെ കിട്ടി ഇതുണ്ട്. അത്യാവശ്യം വലിയ മീൻ കേട്ടോ, കൊള്ളാം. നല്ലൊരു ഫൈറ്റ് വന്നിട്ട് ആളെ സെറ്റായിട്ടുണ്ട്. എൻ്റെ ഇതുണ്ടോ, ഇത് നമുക്കിന്ന് കിട്ടിയോ? പിടിച്ചേ മുള്ളു ഭയങ്കരമാണ്. മുള്ളു കൊണ്ട് പൊണ്ടാരാവും. മതി, ഇങ്ങനത്തെ ഒരു 5-6 കിട്ടിയാൽ മതി. അതൊരു 3/4 കിലോ എടുത്തുണ്ടല്ലോ. ആകെ മടുത്തു. 2 മണിക്കൂറായി നിൽക്കുന്നു. ആകെ 4 മീനേ കിട്ടിയുള്ളൂ. ഇന്ന് ഭയങ്കര ശോകമാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇല്ലേ, ഈ സമയം കൊണ്ട് ഞങ്ങൾക്കൊരു 10-15 മീൻ കിട്ടിയായിരുന്നു. ഞങ്ങൾ ഇട്ട് തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങളൊരു 9 മണി സമയത്താണ് വന്നത്. 9-9:30 സമയത്ത് വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മീൻ കിട്ടിയായിരുന്നു. പിന്നെയാണ് മീൻ ഇന്ന് ആൾക്കാരുടെ എണ്ണം കൂടി ഇപ്പം കുറഞ്ഞതേ. എന്നാലും കിട്ടുന്നുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഓരോരോ മീൻ കിട്ടുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് രസമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണെന്നറിയില്ല, ഒന്നും കിട്ടുന്നില്ല. എന്താണാവോ? ഒന്നാമത് വെള്ളം ഇറങ്ങിയേക്കുവാണ്. വെള്ളം കടലിലേക്ക് ഇറങ്ങിയ ദിവസമാണ്. വേലി ഇറക്കമാണ്, വേലിയേറ്റത്തിന് പകരം. അതുകൊണ്ടായിരിക്കണം. പിന്നെ ഇത് രസമല്ലേ, ഇങ്ങനെയൊക്കെയാണ് മീൻ പിടിക്കാൻ വരുമ്പം. വല്ലപ്പോഴും കിട്ടും, ഇല്ലെങ്കിൽ മീൻ തീറ്റ എടുത്തിട്ട് പോകാം. ഞങ്ങൾ ഞണ്ടിനെ പിടിക്കാൻ പോയിട്ട് ഞണ്ടിന് വയറ് നിറച്ച് ഫുഡ് കൊടുത്തു. 4 മത്തിയോളം ഞണ്ടിനെ ഇപ്പം തന്നെ കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഒരു തുള്ളി മീൻ കിട്ടിയില്ല ഞണ്ടിനെ പിടിക്കാൻ പോയിട്ട്. ഒരു ഞണ്ടിനെ പോലും കിട്ടി ഞണ്ടിനെ പിടിക്കാൻ പോയിട്ട്. പക്ഷേ രസം, ഒരു ടൈം പാസ്, അത്രേ ഉള്ളൂ. നേരത്തെ മീൻ കിട്ടാനായിട്ട് സ്ഥലം മാറി വന്നിട്ടു. നേരത്തെ ഇവിടെ വെള്ളം ഇറങ്ങിപ്പോയ സ്ഥലമാണ്. ഇത് കണ്ടോ, ഇത്രയും ഭാഗത്ത് വെള്ളം ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ഈ ഏരിയ വരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. പക്ഷേ ഇവിടം വരെ സാധാരണ വെള്ളം ഉണ്ടാവേണ്ടതാണ്. ഈ പടി വരെ വെള്ളം ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ വെള്ളം താഴെയുള്ളത് ഇവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കിട്ടല കിട്ടി മോനെ. വീടെടുക്കാൻ സമയം കിട്ടിയില്ല, അമ്മാതിരി കൊടുത്ത് നോക്കി. ഞങ്ങൾ സാധനം നിറഞ്ഞ് മീനും കൊണ്ട് നല്ല രീതിക്ക് കിട്ടി. വറ്റയും വേറെ എന്തൊക്കെയാണ് മീനും. കൊള്ളാം, എന്തായാലും രസമുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് കിട്ടുന്നുണ്ട് ഇവിടെ ഇട്ട് കഴിയുമ്പോൾ. എല്ലാവർക്കും മാറി കിട്ടി. എല്ലാവരുടെയും പ്രശ്നം വരുമ്പോൾ. സോ ഇന്നത്തെ ലാസ്റ്റ് എയറാണ്. ഇതും കൂടെ കിട്ടിയില്ലേ പിന്നെ ഇന്നില്ല. കിട്ടി, കുറേ കിട്ടി. പക്ഷേ ഇന്നത്തെ അവസാനത്തെ സംഭവമാണ് കേട്ടോ. മടുത്തു. ഇത് പോയി തീറ്റ പോയോ? എല്ലാവരും ലാസ്റ്റ്, सब लोगों का लास्ट है आज का. तो अभी मज़ा आ गया ना. अभी आया तो कुछ हाथ में आया. തലഭാഗമില്ല. ഇവിടെ ഇപ്പം വെള്ളം ഇറങ്ങിയോണ്ട് മീൻ കയറി തുടങ്ങിയുള്ളൂ.
പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് കുഞ്ഞു കുഞ്ഞു മീനുകളാണേ. അവിടെ നമുക്ക് കാണാൻ പറ്റും, വലിയ വലിയ മീനൊക്കെ പിടയ്ക്കുന്ന കാണാൻ പറ്റും. അസ്തലടിച്ചു. അങ്ങനെ അവസാനത്തെ എയറിൽ സാധനം അടിച്ചിട്ടുണ്ട്. കുഞ്ഞാണ്, എന്നാലും കുഴപ്പമില്ല. ഓരോ കൂടെ പോയാൽ നല്ല തുണി എന്ത് തുണി അറിയാതെ പോയാൽ തീർന്നു. ഇതിൻ്റെ അറ്റത്തട്ടോ കുടുങ്ങിയേക്കുന്ന സാധനം. صغير بس صغير صغير قطع صغير صغير قطع صغير 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 بند करते हैं बस चलते हैं. انا يجي كم مره ما يصيد شيء. ها انا مره يجي ما يصيد شيء يروح بيت. انا بس هذا نصيب له. شوف നമ്മൾ മീൻ പിടിക്കുന്നതാണ് هنا اكل هو പുള്ളി വന്ന് പഠിക്കുന്നതാണ് എങ്ങനെയാണ്. انا هو اكل سمك اكل. وهذا صغير يحط ثقل ولا ما يحتاج؟ لا انا اشيل قطع من السمك اوكي بعد قطع 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 صغير صغير ഞാൻ ഇനി അവിടെ ചെന്നിട്ട് ഒരു ഐറ്റം هذا ميدان يجي ورا ثقل وزن. في وزن نفرات في وزن ما في وزن. انت تحط وزن ولا؟ لا انا ما اسوي وزن ثاني هو في وزن مني في وزن هو في وزن يوم يسوي وزن احسن ولا بدون؟ انا حبيبي اليوم انا ثاني مره جاي انا ما تعرف زياده ما شاء الله. لكن انا ثاني مره انا داخل عمان 15 سنه لكن جاي ثاني مره مشان امسك سمك. ما شاء الله. صدقني. ايش هذا منه؟ كاميرا؟ ها كاميرا. عشان في قناه يوتيوب؟ ها يوتيوب. ما شاء الله. وش هذا كبر من هنا شوف كلام زين. नाम बताओ यूट्यूब चैनल. വീൽ വേസ് വിത്ത് അജയ്. ഫുള്ളും മലയാളം എന്ന് പറയുന്നത്. with la WATS WAYS W AYS with हाँ फॉलो अगेन. هذا هو هذا؟ हाँ ما شاء الله. انا تو سبسكرايب قاعد بيشوف. مشكور സബ്സ്ക്രൈബ് താങ്ക് യു. ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി. نور نور نو ان دبل او اتش نو نو നോ ഓക്കെ. انا معكم محمد عاصم. ശനിയാഴ്ച രാത്രി എഡിറ്റ് ചെയ്ത് ശനിയാഴ്ച രാത്രി സാധനം. അങ്ങനെ ഇന്നത്തെ ഹണ്ട് അടിപൊളിയായിരുന്നു. अच्छा था ना भैया? हाँ जबरदस्त. तो मजा आ गया. तो पहले हमको पहले बोर हो गया. 3 घंटे हम वेस्ट किया. तो नहीं, वो നിർത്തി പോവായിരുന്നു ഞങ്ങൾ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കിട്ടി പോകാന്ന് വെച്ചിരുന്ന. പിന്നെ നോക്കുമ്പോൾ ഇവിടുന്ന് കുറേ മീൻ കിട്ടി. മീൻ ചറവറ പറക്കുന്ന സീനൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ എന്നാൽ പിടിച്ചതിന് വായിക്കായിരുന്നു വെച്ചു. ഞാൻ രണ്ടും കളിപ്പിച്ചിറങ്ങി. അതുകൊണ്ട് കുറേ കിട്ടില്ലേ. അത്യാവശ്യം പോയിട്ട് ഗ്രില്ലടിക്കുക കഴിക്കുക. ഇത്രേ ഉള്ളൂ. ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് കിട്ടിയ സാധനങ്ങൾ നോക്കിയതാ. ഒന്ന് കഴിച്ചിട്ടേ ഫ്രോണ്ട് സാക്ഷിക്ക് എന്താണ് നമുക്ക് ഇന്ന് കിട്ടിയ മുതലയുടെ ഒരു 2 കിലോ ആണല്ലേ? 2 കിലോ ഉണ്ടല്ലേ? നമുക്കിതാണ് ഇന്ന് കിട്ടിയ മുതലയുടെ. വീട്ടിൽ നിന്നിട്ടേ ഇതാണ് ഏറ്റവും വലുത് കേട്ടോ നമുക്ക് കിട്ടിയ ഈ സാധനം. ഇതെന്താ ഇത് വറ്റ? ഇതെന്താണ് അതിന്റെ പേര് പുള്ളിയുള്ള? ഇത് हाथ धोने വറ്റ. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. സോ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. എന്തായാലും ഇന്നത്തെ ഹണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഇനി നമുക്കിതിനെ പോയി ഗ്രില്ലടിക്കാം, ബാക്കി പരിപാടികൾ ചെയ്യാം. അയ്യോ രസമായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ ഇതൊക്കെ രസം. എന്തായാലും ഒരു പുള്ളി നമ്മുടെ സംഭവം കണ്ടു, സബ്സ്ക്രൈബറിനെ കിട്ടി വെച്ചത് കൊള്ളാം. നമുക്ക് അവിടെ ഇറങ്ങി കഴിയാൻ താഴെ അങ്ങനെ ഇറങ്ങാം, വെള്ളമില്ലല്ലോ. കുഴപ്പമില്ല. ഓക്കെ, നമുക്കെന്നാ പോയി ഗ്രില്ലടിക്കാം. മസാലകളൊക്കെ കുരുമുളക് ഓൾറെഡി എന്താ പറയുക, മറ്റ് ഇൻഗ്രീഡിയൻസ് വേറൊന്നുമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഒരു ഫേവറേറ്റ്. ഇതാണ് രാജേഷ്. ഹായ് പറഞ്ഞു. ഹായ്, ഞാൻ ഉറങ്ങിയായിരുന്നു. അങ്ങനെ ഇപ്പം പിടിച്ച മീൻ ഇപ്പം തന്നെ ചട്ടിയിലിട്ട് ഇപ്പം തന്നെ വായിലോട്ടാക്കുന്നു. പുള്ളി മറ്റേ യൂട്യൂബ് എടുക്കാൻ പോവാ, അല്ല മൊബൈൽ എടുക്കാൻ പോകുന്നുണ്ട്, പോയിട്ട് ഒറ്റ ഇപ്പോൾ പോയി കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന മീനാണ്. ഇപ്പം തന്നെ ഫ്രൈ ചെയ്താണ്. നോക്കട്ടെ, കഴിച്ചോട്ടെ. ഓ സൂപ്പർ, നല്ലതാണ്. പക്ഷേ നല്ല രസമുണ്ട്. ചെറിയൊരു ചെളിച്ചോയുണ്ട്.
അത് അവിടെ നിന്ന് മീനാണ്ട ചെറിയ ഒരു ചെളിച്ചോവ അത് മറ്റേ മീൻ്റെ കഴുകാത്തോണ്ടാ നിന്റെ വായിച്ചിക്കാം അല്ലെന്നേ നിങ്ങളുടെ സ്വഭാവമല്ല അതെ ഇതിന് ഇല്ലേ ഈ മീന് ആ മീനുള്ള മീനുള്ള ഇപ്പം പിടിച്ച ഫ്രഷ് മീനല്ല ഇത് മൂച്ചക്കൊടക്ക മീനല്ല പടുന്നത് ഇത് ജീവുള്ള മീന് നമ്മുടെ നാട്ടിൽ പിറ്റേ സ്ഥലം നമ്മൾ നാട്ടിൽ കിട്ടോ കടലിൽ നിന്ന് നേരിട്ട് പിടിച്ചു വന്ന് അപ്പം തന്നെ അടിക്കല്ലേ 1 മണിക്കൂറും കഴിഞ്ഞല്ലോ മീൻ ചത്തിട്ട് 1 മണിക്കൂറായില്ല ജസ്റ്റ് ഏകദേശം എത്ര നിങ്ങളെ വിളിച്ചപ്പോ 40-45 മിനിറ്റ് അല്ല നമുക്ക് ഈ അതിനുള്ളിലാണ് നമ്മൾ കൊണ്ടുവന്ന് ഫ്രൈ ചെയ്തു. നമ്മൾ ഈ പ്രശ്നമാണ് അമോണിയിട്ട് മീൻ കഴിച്ച് ശീലിച്ചോണ്ട് നമ്മുടെ കൊച്ചി പോയി നിർത്തും ടൂർ പോയതാണ് ചീന പോലല്ലേ അവിടെ ഇങ്ങനെ പൊക്കും ആ മീൻ ഞങ്ങൾക്ക് അപ്പൊ പൊരിച്ചു ഞാൻ അപ്പൊ പറഞ്ഞു ഇത് രസമില്ല ടേസ്റ്റ് ഇല്ലാന്ന് അയാളെ തല തച്ചിട്ടില്ലെന്നുള്ളൂ അയാൾ തന്നെ ഇത്ര നല്ല മീനുകൾ കഴിച്ചിട്ടില്ലാന്ന് ഇതിന്റെ സംഭവം എന്താണെന്നറിയോ അതായത് നമ്മള് എപ്പോഴും എന്താ കുറച്ച് പഴകിയ മീനാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒറിജിനല് നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഏകദേശം ഒരു എത്ര മിനിറ്റ് ആയി 40 മിനിറ്റ് 40 മിനിറ്റ് മാക്സിമം അത്ര ആയിട്ടുള്ളൂ. അതിൽ കൊണ്ടുവന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് മസാല തേച്ച് ഫ്രൈ ചെയ്തു സംഭവം. അപ്പൊ നല്ല ഫ്രഷാണ്. ഇപ്പൊ ഇത് കഴിക്കുമ്പോ നമ്മളാ പഴകിയ മീൻ കഴിക്കണ ആ ടേസ്റ്റ് ഉണ്ടാവില്ല, ഇതിന് വേറെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് അതിന്റെ മാറ്റം. മീനെ പീഡിപ്പിച്ചു, ഇനി ഇതിക്കുള്ളിൽ പിടിപ്പിക്കാൻ പറ്റത്തില്ല. ഇരിക്കട്ടെ, ഞാനും വൈറലാവട്ടെ. അന്നേരം എത്രയുള്ളൂടെ ഇന്നത്തെ പരിപാടി. ഇന്നത്തെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞു, മടുത്തു. ഇനി ഫുഡ് അടിച്ചിട്ട് കിടക്കണം. സമയം ഇവിടെ ഒരു 12 മണിയായി. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.